ഒരു അണുബോംബ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരെ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തിയത് കേട്ട് ഈ രാജ്യം മുഴുവൻ ഞെട്ടിയതാണ്. ഇപ്പോൾ ഇതാ വീണ്ടും ഒരു വെളിപ്പെടുത്തൽ രാഹുൽ ഗാന്ധി നടത്തിയിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മുൻപ് നടന്ന വോട്ട് മോഷണവുമായി ബന്ധപ്പെട്ട സ്ഫോടനാത്മകമായ തെളിവുകൾ ഉടൻ നൽകുമെന്നാണ് രാഹുൽ ഗാന്ധി മാധ്യമങ്ങളോട് പറഞ്ഞത്. വോട്ടുകൾ മോഷ്ടിക്കപ്പെട്ടുവെന്ന് ഒരു വസ്തുതയാണെന്നതും അദ്ദേഹം ആരോപിച്ചു. ഞെട്ടിക്കുന്ന തെളിവുകൾ ഉടൻ വെളിപ്പെടുത്തും. വോട്ട് ചോർ ഖണ്ഡി ചോർ എന്ന മുദ്രാവാക്യം രാജ്യമെമ്പാടും തീ പോലെ പടരും. വോട്ടുകൾ മോഷ്ടിച്ചാണ് സർക്കാരുകൾ രൂപീകരിക്കുന്നത് എന്നത് വസ്തുതയാണെന്നും രാഹുൽ ഗാന്ധി പറയുകയാണ്. തെളിവുകൾ നിങ്ങൾ ഓരോരുത്തർക്കും നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വോട്ടർ അധികാർ യാത്രയുടെ സമീപന മഹാദേവപുരത്ത് പൊട്ടിച്ചത് വെറും ഒരു അണുബോംബ് മാത്രമാണെന്നും ഉടൻ തന്നെ ഹൈഡ്രജൻ ബോംബ് വരുമെന്നുമാണ് രാഹുൽ മുന്നറിയിപ്പ് നൽകുന്നത്. കഴിഞ്ഞ മാസം ഒരു വാർത്താ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചതാണ്. വോട്ട് മോഷണത്തിൽ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് ബന്ധമുണ്ട് എന്നും രാഹുൽ ഗാന്ധി ആരോപിക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടികയോ വീഡിയോ ദൃശ്യങ്ങളോ നൽകുന്നില്ല. ഇതിൽ നിങ്ങളുടെ റേഷൻ കാർഡും ഭൂമിയും അദാനിക്കും അംബാനിക്കും നൽകുമെന്നും അദ്ദേഹം ആരോപിച്ചു. വോട്ട് മോഷണം എന്നാൽ അവകാശങ്ങൾ, സംവരണം, തൊഴിൽ, വിദ്യാഭ്യാസം, ജനാധിപത്യം എന്നിവയുടെ മോഷണമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. BJPക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും രൂക്ഷ വിമർശനമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. ഇരു കൂട്ടർക്കും തമ്മിലുള്ള ഗൂഢാലോചനയാണെന്നതെന്നും അതുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്നാം തവണയും അധികാരത്തിലെത്തിയതെന്നുമാണ് രാഹുൽ ഗാന്ധി പ്രധാനമായിട്ടും ആരോപിക്കുന്നത്. BJPയുടെ വോട്ട് മോഷണം ഗുജറാത്തിൽ നിന്നാണ് ഉത്ഭവിച്ചത് എന്നും 2014 ദേശീയ തലത്തിൽ എത്തിയതെന്നും അദ്ദേഹം ആരോപിച്ചു. വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾക്കെതിരെ രാഹുൽ ഗാന്ധി നടത്തിയ വോട്ടർ അധികാർ യാത്ര ഓഗസ്റ്റ് 17 സസറാവിൽ നിന്നുമാണ് ആരംഭിച്ചത്. വോട്ടർമാരുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം സൃഷ്ടിക്കുന്നതിനും വോട്ട് മോഷണം, വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ എന്നിവയ്ക്കെതിരെ പ്രതിഷേധിക്കുന്നതിനുമായിട്ടാണ് 16 ദിവസത്തെ ഈ പ്രതിഷേധ റാലി നടന്നത്. യാത്ര സെപ്റ്റംബർ 1 സമാപിക്കുകയും ചെയ്തു. അപ്പോൾ ഇനി വരാൻ പോകുന്നത് ആറ്റം ബോംബാണെന്നാണ് രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മുട്ടിവിറപ്പിക്കാൻ തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ ഉറച്ച തീരുമാനം.